നമസ്കാരം പ്രിയപ്പെട്ടവരെ. ലോക പോലീസ് ചമഞ്ഞ് നടന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നെഞ്ചത്ത് കയറി താണ്ഡവമാടുന്ന രണ്ട് മൂന്ന് സാത്താൻ്റെ സന്തതികളുണ്ടല്ലോ. ഒന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു മാമനും, മറ്റൊന്ന് സാത്താന് കയ്യും കാലും വെച്ചിട്ട് പിറപ്പുത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്ന ജൂതരാഷ്ട്രത്തിൻ്റെ തലവനായിട്ടുള്ള നെതന്യാഹു എന്ന് പറയുന്ന ആ വൃത്തികെട്ട ഊളയും. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യ ജീവനെടുത്തിട്ടുള്ള ഈ രണ്ട് ട്രാക്കുളകൾ ലോക പോലീസ് ചമഞ്ഞ നമ്മുടെ അമേരിക്കൻ്റെ ട്രംപ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ നൂലിഴയ്ക്കാണ് ഈ വേട്ടാവളിയൻ രക്ഷപ്പെട്ടത് എന്നുള്ളൊരു വാർത്തയാണ് സത്യം പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ലോകമെല്ലാം കണ്ടത്. കാരണം ഇത്രയധികം ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള, അതും അമേരിക്കയുടെ ഭരണാധികാരിയായിട്ടുള്ള ട്രംപിൻ്റെ നേരെയൊക്കെ വെടിയുയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അത് വല്ലാത്തൊരു സംഭവമായി പോയി. ലോക മാധ്യമങ്ങളെല്ലാം അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ട്രംപ് മാമനും നെതന്യാഹു മാമനും നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൂനിയർ മാൻഡ്രേക്കായിട്ടുള്ള ഒരു മൊട്ടത്തളയിൻ അമ്മാവനുണ്ട്. തനിനാടൻ മലയാളി എന്നാണ് ഈ കോഞ്ഞാട്ടയുടെ പേര്. ലെവനാണ് കൃത്യമായിട്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൻ്റെ വാർത്തകളൊക്കെ ഇങ്ങനെ മലയാളികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ലെവൻ ചില സമയത്തൊക്കെ കിളി പോയിട്ട് ട്രംപിനെ തെറി പറയും, ചില സമയത്ത് നെതന്യാഹു മാമനെ തെറി പറയും, ചില സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരികളെ തെറി പറയും. ഇവനെന്താണ് പറയുന്നത് അവന് പോലും ശരിക്കും പറഞ്ഞാൽ സ്വയബോധമില്ല. കാരണം 24 hours മറ്റതാണേ, അടിച്ചും മറ്റേ ഇതൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് സംഖ്യകളെയൊക്കെ പുകഴ്ത്തുന്ന കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അമ്മാതിരി നക്കലാണ് ഈ വെട്ടാവളിയനായിട്ടുള്ള തനിനാടൻ മലയാളി എന്ന് പറയുന്ന ഈ ഒരു കൊണാണ്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് ലോകരാഷ്ട്രങ്ങളൊക്കെ ഞെട്ടിയിരിക്കുക. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ലെവൻ പറയുന്നത് എന്താണ് എന്നോടൊന്ന് കേൾക്കണ്ടേ? നല്ല രസമുണ്ട് കാണാം. വാ. We got one down. Jim, what the? ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വളരെ അടുത്ത് നിന്ന് ആക്രമി വെടിവെച്ചിട്ടുണ്ട് എന്നുള്ള ട്രംപിന്റെ ട്രൂ സോഷ്യൽ പോസ്റ്റ് കൂടി പുറത്തു വരുന്നു. അതായത് ഒരാൾക്ക് പരിക്കേറ്റുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അമേരിക്ക പോലെ ഇത്ര അധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു രാജ്യം, അവരുടെ ഏറ്റവും പ്രധാനിയായ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണ് അക്രമിക്ക് ഒരുപക്ഷെ നേരത്തെ ഗൗരി പറഞ്ഞ പോലെ ഈ ട്രംപിന്റെ അടുത്തേക്കെങ്കിലും എത്താൻ സാധിക്കുന്നത്, ട്രംപിന്റെ അടുത്തല്ലെങ്കിൽ പോലും ട്രംപിന്റെ ഹോട്ടലിന്റെ പരിസരത്തെങ്കിലും എത്താൻ സാധിക്കുന്നത് എന്നുള്ള ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വളരെ അടുത്ത് നിന്ന് ആക്രമിച്ചിട്ടുണ്ട്, വെടിവെച്ചിട്ടുണ്ട്. അയാളുടെ നില തൃപ്തികരമാണ്, വളരെ ധൈര്യശാലിയാണ് ആ ഓഫീസർ. ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പെൻസിൽവാനിയയിലും പാം ബീച്ചിലും മറ്റും ട്രംപിന് നേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഒരു തവണ ട്രംപിന് ചെവിക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തു. അത് വലിയ ചർച്ചയായ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും അല്ലേ? ഒരു ഈച്ച പോലും അടുത്തോട്ട് പറന്നെത്താൻ പറ്റാത്ത ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ നേരെ പല പ്രാവശ്യം വെടി ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവൻ ആൺകുട്ടിയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. ഈ വെടി ഉയർത്തിയ ആള് മെന്റിലാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതങ്ങനല്ലേ പറയത്തുള്ളൂ. സംഭവം മൊത്തത്തിൽ ചീറ്റി പാളിപ്പോയി. ഇനി നമ്മുടെ മാൻഡ്രേ കണ്ണൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം. ഇന്നലെ വാഷിങ്ടൺ DC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു, നല്ല വെതർ, നല്ല സണ്ണി ഡേ. അപ്പോൾ ഇന്നലെ അവിടെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രസിഡന്റ് ട്രംപ് ഹാജരായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട്. അതായത് വൈറ്റ് ഹൗസിലെ കറസ്പോണ്ടൻസ് ഉണ്ടല്ലോ, ന്യൂസ് റിപ്പോർട്ടർ, മാധ്യമപ്രവർത്തകർ, അവരുടെ ഒരു ഡിന്നർ. ആ ഡിന്നറിന് സ്പെഷ്യൽ ഗസ്റ്റായിട്ടാണ് ട്രംപ് പോയത്. അവിടെ നല്ല തമാശയായിരുന്നു. ട്രംപ് അറിയാലോ, ട്രംപ് നല്ല ജോളി പേഴ്സണാണ്, വെരി ഫണി ഗായ്. ട്രംപിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് വാൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ക്യാബിനറ്റ് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി, എൻജോയിങ് എ ബ്യൂട്ടിഫുൾ ഡിന്നർ, സ്പീച്ചസ്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, സെൽഫോൺ, അത് ഇത്, നല്ലൊരു ജോളി ഡേ. പെട്ടെന്ന് വീഡിയോ നിങ്ങൾ കണ്ടു കാണാം, പെട്ടെന്നാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം. പക്ഷേ ഗുരുത്തം പോലെ ഈ പ്രതിക്ക് അകത്ത് കയറാൻ, അതായത് ഈ പരിപാടി നടന്നുകൊണ്ടിരുന്ന ബോൾ റൂം, അതായത് ഹാള്, ഓഡിറ്റോറിയത്തിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ സെക്യൂരിറ്റി അദ്ദേഹത്തെ കീഴടക്കി ഒരു വെടി വെച്ചു. ഒരു സീക്രട്ട് സർവീസ് ഏജൻറ്റിന് വെടി കൊണ്ടു, പക്ഷേ അദ്ദേഹത്തിന് നിസ്സാരമായിട്ടുള്ള പരിക്കുണ്ട്. ഇത് 3ാമത്തെ തവണയാണ് ട്രംപിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. അറിയാം, ഒരു തവണ അദ്ദേഹം വളരെ
തലനാരിഴയ്ക്ക്, അതായത് ചെവിയിൽ ഇങ്ങനെ തിരിഞ്ഞുമ്പോഴത്തേക്കും ചെവിയിൽ വെടിയേറ്റു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാറലാഗോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭവനത്തിൽ വെച്ച് ഗോൾഫ് കോഴ്സിൽ ഒരാൾ തോക്കുമായിട്ട് പതുങ്ങിയിരുന്നു. അയാളെ കീഴ്പ്പെടുത്തി. ഇപ്പോൾ ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ്. ഇപ്പോൾ ഈ പ്രതിയെ പറ്റി പറഞ്ഞതിൽ സത്യം പറഞ്ഞതിൽ 31 വയസ്സുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ഗായ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എൻജിനീയറിങ്ങിൽ MS ഉണ്ട്, MS എന്ന് പറയും, മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗെയിം ഡെവലപ്പറായിരുന്നു, കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്പറായിരുന്നു. ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കാലിഫോർണിയയിൽ ജീവിക്കുന്ന മനുഷ്യൻ കാലിഫോർണിയയിൽ നിന്ന് ട്രെയിൻ മാർഗം വാഷിങ്ടണിൽ എത്തിയതാണ് ഈ ഉദ്ദേശം വെച്ച്. എന്നിട്ട് അവിടെ വന്നിട്ട് അദ്ദേഹം ഈ പരിപാടി നടക്കുന്ന ഹോട്ടലിൽ തന്നെ മുറിയെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. 2 തോക്കുകൾ, പിന്നെ 2 തോക്കുകൾ, 1-2 കഠാരകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നീണ്ട ഒരു പ്രബന്ധം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ, അത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത്, ഞാനിത് എന്തുകൊണ്ട് ചെയ്യുന്നു, അതിനകത്ത് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം ക്രൈസ്തവ വിരുദ്ധതയും അതുപോലെ തന്നെ ട്രംപിനോടുള്ള ഹെയ്റ്റഡും ഇത് രണ്ടും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 വിരോധം കൊണ്ട് അദ്ദേഹം ട്രംപിനെയും അതുപോലെ തന്നെ ട്രംപിൻ്റെ ക്യാബിനറ്റ് മെമ്പേഴ്സിനെയും വകവരുത്തുവാനുള്ള തീരുമാനം എടുത്തിട്ടാണ് അദ്ദേഹം വന്നത്. ട്രെയിൻ മാർഗമാണ് വന്നത്. കാരണം ഈ തോക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ട് പ്ലെയിനിൽ കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വന്നത് ട്രെയിൻ മാർഗം വന്നു. അപ്പോൾ വലിയ സെറ്റപ്പോടു കൂടിയാണ് അദ്ദേഹം വന്നത്. മാക്സിമം ഡാമേജ് വരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് 2 ഗണ്ണ് കൊണ്ടുവന്നത്. 2 ഗണ്ണ് ഉപയോഗിക്കാനായിരിക്കും പരിപാടി. ഏതായാലും അത് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഇദ്ദേഹം ഇയാൾ പറഞ്ഞില്ല, ഇയാൾ ഈ കുറിപ്പ്, അയാളുടെ ഈ പ്രബന്ധം കൊടുത്തിരുന്നു. അപ്പോൾ അവർ സത്യത്തിൽ പോലീസിനെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു സംഗതി എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പോലീസിനെ വിളിച്ചിരുന്നു. പക്ഷേ അതല്ല ഇദ്ദേഹത്തെ തടയാൻ കാരണം വീട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ പർട്ടിക്കുലർ ഡേ ഇങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇങ്ങനെ ഇദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഈ ലെറ്റർ വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായതുകൊണ്ട് അധികാരികളെ വിളിച്ച് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, അറ്റംപ്റ്റഡ് മർഡർ, അതായത് വധശ്രമത്തിന് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, വധശ്രമത്തിന്. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും രാഷ്ട്രങ്ങളോ ഓർഗനൈസേഷൻസോ ഉണ്ടോ? കാരണം അദ്ദേഹത്തിന് വിമർശകർ ഒത്തിരിയുണ്ട്, ട്രംപിനെ ഹേറ്റ് ചെയ്യുന്നവർ ഒത്തിരിയുണ്ട് അമേരിക്കയിലും ആഗോളതലത്തിലും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതിനെപ്പറ്റി പോലീസും FBI-യും വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അതിനെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ലേറ്റസ്റ്റ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ആ രാജ്യത്തിന്റെ പൗരന്മാർ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ക്രൂരനായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം ഈ ലോക സമാധാനത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പായ ഇവരെ തള്ളിപ്പറഞ്ഞു ട്രംപ്. അതായത് സാത്താന്റെ സന്തതിയാണ് ഇവനെന്നുള്ളത് ആർക്കാണ് അറിയാൻ മേലാത്ത. ലോക രാജ്യത്തെ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യണം, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്ന് ചിന്തിക്കുന്ന ഇവനെപ്പോലുള്ള വൃത്തികെട്ട നരാധമന്മാർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പേടി സ്വപ്നമായിരിക്കും സ്വന്തം രാജ്യത്തെ പൗരന്മാർ, ഇതുപോലുള്ള ആളുകൾ. ഏതായാലും അദ്ദേഹം 2 തോക്കുകളൊക്കെ ആയിട്ടാണ് വന്നതെന്നാണ് നമ്മുടെ വേട്ടാവളിയെ മാമൻ പറയുന്നത്. ഖഡാരകൾ ഉണ്ടായിരുന്നു. മാമൻ ഇതിന് നേരത്തെ മുൻകൂട്ടി മാമനൊരു റിപ്പോർട്ട് കിട്ടാഞ്ഞതുകൊണ്ട് ട്രംപുമായിട്ട് ആശാനൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ സുരക്ഷയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അല്ലേ. ലോക പോലീസ് ചമഞ്ഞ് നടന്ന് ഈ വേട്ടാവളിയൻ ആ വെടിശബ്ദം കേട്ടിട്ട് കണ്ടം വഴി നിക്കർ പോലും ഇല്ലാതെ ഓടിയെന്നുള്ള വാർത്തയാണ് പിന്നീട് വേൾഡ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എടാ, എന്നെങ്കിലും ഒരുത്തനുള്ളൂ ആ മുകളിലിരിക്കുന്നവനെ ഒരൊറ്റ വലിയങ്ങ് വലിക്കും, അതോടി തീരാവുന്നതുള്ളൂ നിൻ്റെയൊക്കെ ഈ ഹുങ്ക്. പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയ ക്രൂരന്മാരായിട്ടുള്ള നിന്നെയൊക്കെ ദൈവം ഇനിയും ഈ ഭൂമിയിലിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അനുഭവിപ്പിക്കാനുണ്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്തോ വല്ലാത്തൊരു ഒരു അനുഭൂതി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ഒരു രോഗത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ ഒന്നും ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ല. പക്ഷേ ഈ നരാധമന്മാരായിട്ടുള്ള ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് അറിയാതെങ്കിലും സന്തോഷിച്ചു പോകും. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.